എല്ലാ അവാർഡുകൾ സ്വീകരിക്കുമ്പോഴും എനിക്ക് സ്വകാര്യമായ ഒരു ദുഃഖമുണ്ട്. അത് എൻ്റെ ചെറുപ്രായത്തിൽ ഈ കലാരംഗത്തേക്ക് ഏതൊരു കലാകാരനും അല്ലെങ്കിൽ കലാപ്രവർത്തകനും വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളത്. അവരുടെ മകൻ ഒരു പുരസ്കാരം വാങ്ങുന്നത് അവർ കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഈ ലോകത്ത് നിന്ന് അവർ വിട പറഞ്ഞു. അവർ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാര്യം, ഒരു ചെറിയ കഥ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു. നല്ല കളിക്കാരനാണ്. അയാൾ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഹീസ് ദ ബെസ്റ്റ്. ആരുടെ കൂടെ കളിച്ചാലും പ്രാക്ടീസ് മാച്ചസിന് ഹീസ് ദ ബെസ്റ്റ്. ടൂർണമെൻറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കളി കാണാൻ കൊണ്ടുവരും. കളി കാണാൻ കൊണ്ടുവന്നിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ആ 22 പേരിൽ 11 അങ്ങനെ 22 പേരിൽ ഏറ്റവും മോശപ്പെട്ട കളിക്കാരനായി അദ്ദേഹം ശരിക്കുള്ള ടൂർണമെൻറ്റ് സമയത്ത് മാറും. എന്നും ഇദ്ദേഹത്തിൻ്റെ പാളിച്ച കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുകയും ചെയ്യും. ഒരിക്കലും ഇദ്ദേഹം ടൂർണമെൻറ്റിൽ നേരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതേസമയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹീസ് ദ ബെസ്റ്റ് ഓൾവേസ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ആരും ചോദിച്ചിട്ടുമില്ല. എല്ലാ പഴിയും അദ്ദേഹം കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരു ടൂർണമെൻറ്റ് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇല്ലാതെയാണ് വന്നത്. അച്ഛൻ വന്നില്ല കൂടെ. അന്ന് അദ്ദേഹം വളരെ നന്നായിട്ട് കളിച്ചു. അന്ന് ആ ടീം ജയിക്കുകയും ചെയ്തു. ആ ജയത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ പത്രക്കാരും ആളുകളും എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തു. അത്രയ്ക്ക് അദ്ദേഹത്തിന് ആൾക്കാർ പൂഴ്ത്തിക്കൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടൊരു ഒരാൾ ഈ ആളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അച്ഛൻ വരാത്തത് കൊണ്ടാണ് ഇനി നല്ലതായിട്ട് കളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ അന്ധനായിരുന്നു, കളി കാണുന്നില്ലായിരുന്നു. അച്ഛൻ മെനഞ്ഞാന്ന് മരിച്ചു. ഇന്ന് അദ്ദേഹം കളി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കളിച്ചത്.